Hello guys. Hi. Hello. Where we are going? We're going to the falls, waterfalls. അവസാനം അനസിനെല്ലാം കൂടെ പറ്റിക്കിടും ഇവിടെ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. വാട്ടർഫാൾ. അപ്പൊ നമ്മള് വാസ്കോയില് ഒരു ഹിഡൻ പ്ലേസിൽ പോവുകയാണ്. എവിടെയാണൊക്കെ ഹിഡൻ പ്ലേസ് അല്ലേ? സൗത്ത് ഗോവയിലെ ഒരു ഹിഡൻ പ്ലേസിൽ പോവുകയാണ്. ലോക്കൽസിന് മാത്രം അറിയാവുന്ന ഒരു സ്ഥലം. ഇത് പഞ്ചിം ബ്രിഡ്ജ് ആണ്. ഇപ്പൊ ഇവിടെ നിന്ന് 25 കിലോമീറ്ററോടെ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക്. ഞാൻ ഈ ഒരു അടൽ സേതു ബ്രിഡ്ജിന്റെ വീഡിയോ പലതവണ ചെയ്തിട്ടുള്ളതാണ്. നമ്മളിപ്പം ഇവിടെ നിന്ന് സൗത്തിലേക്ക് പോവുകയാണ്. സൗത്തിൽ ചെല്ലുക കോട്ടാളിം ചെന്നിട്ട് അവിടുന്ന് അണ്ടർ ബ്രിഡ്ജ് വഴി വെർണ ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട് കയറുക. അവിടെ നിന്നിട്ട് ഒരു 5 കിലോമീറ്റർ ആണ് നമ്മൾ ഈ പറയുന്ന വാട്ടർഫാൾസിലേക്കുള്ളത്. ഈ വീക്കെൻഡിൽ നമ്മൾ പിന്നെ ഗോവയിൽ സൗത്തിലുള്ള ഒരു വാട്ടർഫാൾസിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ താമസിക്കുന്നത് നോർത്തിലാണ്, പക്ഷേ ഇത് സൗത്തിലാണ്. അപ്പം ഞാനിപ്പം 1:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം സമയം 3 മണി. ഇത് നല്ല ട്രാഫിക് ആയിരുന്നു. പൊറവോറിയുമൊക്കെ നല്ല ട്രാഫിക് ആയിരുന്നു. അപ്പം ഇനി നമ്മളിപ്പം എത്തിയിട്ടില്ല. ഇനി ഓൾമോസ്റ്റ് ഇനി ഒരു 1 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങാമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് ഇനി വരണോ വേണ്ടതൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നു. പിന്നെ സമയം പോയി. പിന്നെ 1:30 ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇത് ലോക്കൽസിന് മാത്രം അറിയാവുന്നൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ടൂറിസ്റ്റുകളൊന്നും വരാറില്ല. അപ്പം ഇനി അങ്ങോട്ട് പോയി നോക്കിയിട്ട് ഞാൻ വിശേഷങ്ങളൊക്കെ പറയാം എങ്ങനെ ഉണ്ട്. കാട്ടിലോട്ട് പോവാം. വെർണ ഇൻഡസ്ട്രിയൽ ഏരിയ കഴിഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അതേ വാട്ടർ ടാങ്ക് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ വാട്ടർഫാൾസിന് അവിടെ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നവരാണ്. ആ ബൈക്കിൽ പോകുന്നത് എൻ്റെ കസിനാണ് കേട്ടോ. അപ്പം പുള്ളി ഇവിടെ വെർണയിലാണ് ഉള്ളത്. നമ്മൾ നമ്മുടെ കാട്ടിലെത്തിയിരിക്കുന്നു. എവിടെ? ഹലോ, സെറീന വില്യംസ്. ഇതാണ് ഞങ്ങളുടെ സെറീന വില്യംസ്. ഇതാണ് ഞങ്ങളുടെ പാവങ്ങളുടെ സെറീന വില്യംസ് വരുന്നു. കാട്ടിലോട്ട്. ബി കെയർഫുൾ അപ്പു. പോയിക്കോ. അപ്പം കാറ് താഴെ പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് കയറി കേട്ടോ. കൊടും കാട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കാടെങ്കിൽ കാട് എങ്ങോട്ടെങ്കിലൊക്കെ പോയാൽ മതിയെന്ന്. പക്ഷെ എനിക്ക് പേടി. ഇവിടെയൊക്കെ കല്ലുകളും പാറകളുമാണ്. ചാടിയൊക്കെ വേണം പോകേണ്ടത്. കാട്, ഒരു കൊടുങ്കാട്ടിലൂടെ. കമ്മിങ്. വാട്ടർഫാൾസിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ഓഹോ. നോർത്ത് ഗോവയിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളതെങ്കിലും പക്ഷെ ഇതുപോലുള്ള വാട്ടർഫാൾസും ഇങ്ങനത്തെ ഒരു ജംഗിൾ ഏരിയ ഒക്കെ കൂടുതലുള്ളത് സൗത്തിലാണ് കേട്ടോ. കാറ് പാർക്ക് ചെയ്തെടുത്ത് നിന്ന് ഒരു 1/2 കിലോമീറ്ററോളം നടന്ന് വേണം നമുക്ക് ഈ ഒരു വാട്ടർഫാൾസിൽ എത്താൻ കേട്ടോ. നമ്മൾ കുറേ ഇങ്ങനെ കയറി വന്ന് മുകളിലെത്തി. ഇങ്ങനത്തെ കല്ലുകളാണ് നമുക്ക് കയറി പോകേണ്ടത്. വഴിയായിട്ടൊന്നുമില്ല, കാട്ടുവഴികളാണ്. അപ്പോൾ അതിങ്ങനെ തെളിച്ച് വേണം നമ്മൾ പോകേണ്ടത്. പലയിടത്തും മരങ്ങളൊക്കെ കുറുകെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത്. പിന്നെ ഇതുപോലെ വഴിയിലെല്ലാം കല്ലുകളും നിൽപ്പുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ നീക്കി വേണം മുന്നോട്ട് പോകേണ്ടത്. തെറ്റലും ഒക്കെ ഉണ്ട്. ഓഹോ, ബി കെയർഫുൾ ഇക്ക, ബി കെയർഫുൾ. നിന്റെ കൈ നോക്കണം. കസിൻ ആദ്യപ്പോഴേ പറഞ്ഞിരുന്നു ചെരുപ്പ് എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ളത് വേണം ഇടേണ്ടത്. ഇവിടെ തെറ്റലും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്, പാറയിലൂടെ ഒക്കെ നടക്കേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ചപ്പൽ വേണം ഇടേണ്ടതെന്നുള്ളത്. ഞാനാണെങ്കിൽ കുറച്ച് ഹീലുള്ളതാണ് ഇട്ടിട്ട് പോയത്. തായ്ലൻഡിൽ നിന്ന് മേടിച്ചത്. ഹീലുണ്ടതും ഫ്ലാറ്റ് ആണ്, വീഴുകയൊന്നുമില്ല. പക്ഷെ എന്നാലും ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഈ ഒരു പടവിലൂടെ വേണം ഇറങ്ങി വരേണ്ടത്, ആ കല്ലിലൂടെ. അപ്പോൾ അതിൽ വെള്ളവും വരുന്നുണ്ട്. അപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട് വരുമ്പോൾ തെറ്റുമെന്ന് എത്തിയിട്ട് ഊരി വെച്ചു. ഈ ഒരു വാട്ടർഫാൾസിന്റെ പേര് നാഗ്വേ വാട്ടർഫാൾസ് എന്നാണ്. നാഗ്വേ സ്പ്രിംഗ് വാട്ടർ എന്നാണ് പറയുന്നത്. വാട്ടർഫാൾസ് ആയിട്ട് അത്രയില്ല, സ്പ്രിംഗ് വാട്ടർ ആണ്. അപ്പം ഈ
4 ചുറ്റും കാടുകളാണ്. അപ്പം കാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫുള്ളും മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതിലൂടെ വരുന്ന ഒരു സ്പ്രിംഗ് വാട്ടറാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ നല്ലതാണ്, ഭയങ്കര ബോഡി ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഫുള്ള് മെഡിസിനൽ പ്ലാന്റ് ആണ്. അപ്പോൾ അതിലൂടെയൊക്കെ വരുന്ന വാട്ടറാണ്. പക്ഷേ എനിക്ക് ഇവിടെ നോക്കിയിട്ട് നമുക്ക് ശരിക്കും പേടിയാവും, കാരണം അത്രയും ഒട്ടും സേഫ്റ്റി ആയില്ല. ഈ കല്ലുകളൊക്കെ ഇങ്ങനെ ഇളകി വീഴാറായതുപോലെയാണ് ഇരിക്കുന്നത്. പാറകളല്ല, ഇതൊക്കെ ചെളിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ. ചെളി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാറ പോലെ ഇരിക്കുന്നെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ കുതിർന്നിട്ട് പോകും, ചെളിയാണ്. ഈ കല്ലുകൾക്കിടയിലൂടെ എല്ലാം നല്ല തെളിഞ്ഞ വെള്ളം വരികയാണ്. അപ്പോൾ ഈ വെള്ളം ഇവിടുന്ന് ഒഴുകി അങ്ങ് താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ വാട്ടർ ടാങ്കറൊക്കെ വന്ന് നിന്ന് അവിടുന്ന് വെള്ളം എടുക്കുന്നത്. കുട്ടികളൊക്കെ ആദ്യപ്പോഴേ വന്ന് വെള്ളത്തിൽ ഇറങ്ങി. പക്ഷെ ഇതിനകത്ത് കല്ലുകളുണ്ട്. അപ്പോൾ നമുക്കെടുത്ത് ചാടാനൊന്നും പറ്റില്ല, പതുക്കെ ഇറങ്ങിപ്പോകാനേ പറ്റുള്ളൂ. അപ്പം വെള്ളത്തിൽ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നാച്ചുറൽ സ്പായും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫിഷ് സ്പാ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലംകോട്ട് ബാഗയിലൊക്കെ അത് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് എല്ലാവരും കാലിട്ടിരിക്കുന്നു. എനിക്ക് പക്ഷെ അങ്ങനെ അത് കാണുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല അതിൽ പോയി ആ വെള്ളത്തിൽ കാലിട്ടിരിക്കാനായിട്ട്. പക്ഷെ ഇവിടെ എന്തായാലും നാച്ചുറൽ സ്പാ നല്ല രീതിയിൽ കിട്ടി. ഫിഷുകളൊക്കെ കുറേ നേരം അതിങ്ങനെ കത്തി 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 കാലിലിരിക്കും. നല്ലൊരു അയ്യോ, എൻ്റെ കാലിൽ എന്തൊക്കെയോ കുത്തുന്ന. ഈ ഫിഷ് ഇങ്ങനെ കൊത്തുന്നത് മൂലം നമ്മളെ ഡെഡ് സ്കിന്നൊക്കെ പോവുകയും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും പിന്നെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവുമെന്നാണ് പറയുന്നത്. അതിനാണ് ഈ ഫിഷ് സ്പാ എടുക്കുന്നത്. അങ്ങനെ മീനിന്റെ കൊത്തും കിട്ടി. ഞാൻ അങ്ങനെ ഇക്കിളി പൂണ്ട് അവിടെ ഇരുന്നു. This is a treatment. That kind of a treatment somewhere like in the beaches, no, it will be there. മുങ്ങി തപ്പുന്ന ഒരാള് സ്വിമ്മിങ്, മനസ്സെങ്ങനെ സ്വിമ്മിങ്. Clay massage. Wow. It's raining. ചൊറി എങ്ങനെ പിടിച്ചാലാണ്. ഇവിടെ നോക്കിക്കോ, മുൾട്ടാനി മുട്ടി എന്നും പറഞ്ഞ് കണ്ട കല്ലൊക്കെ എടുത്ത് തരുവാ. നല്ല രസം. എന്റെ കാലിൽ ഇവിടെ വേണ്ടേ മീൻ കൊത്തി പറിക്കുന്നു കാലില്. വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ വാട്ടർഫോൾസിൽ ഞാൻ ഇറങ്ങില്ല, എനിക്ക് എൻ്റെ ഡ്രസ്സൊന്നും നനയ്ക്കാൻ വയ്യാന്ന്. പക്ഷേ എന്നിരുന്നാലും നല്ല മഴയായതുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ സെറ്റ് എൻ്റെ കരുതിയിട്ടുണ്ടായിരുന്നു. വാട്ടർഫോൾസിന് താഴെ ഇരുന്നവരെല്ലാം പറഞ്ഞത് നല്ല ഫീലിങ്സ്, നല്ല ബോഡി മസാജ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ ഞാനും ഇറങ്ങി, കാരണം നല്ലൊരു ബാക്ക് മസാജ് ഞാനും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ ഹൈഡ്രോ മസാജ് ആയിക്കോട്ടെ എന്ന് കരുതി.
മൺസൂൺ ടൈമാണ് ഇവിടെ നല്ല രീതിയിൽ വെള്ളമുള്ളത്. ഇപ്പം മഴയായതുകൊണ്ടാണ് ഇത്രയെങ്കിലും വെള്ളം ഉള്ളത്, അല്ലെങ്കിൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല. ഇങ്ങനെ കാട് മൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ സൺലൈറ്റ് വളരെ കുറവായിട്ടാണ് ഉള്ളിലോട്ട് കിട്ടുന്നത്. ഇതൊക്കെ തൊട്ട് നോക്കുമ്പോഴാണ് ചെളിയാണ്. ഈ ചെളി എടുത്തിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തത് കേട്ടോ. ഈ ഒരു ക്ലേ, ഇത് ഫുള്ള് ക്ലേ ആണ്, കണ്ടു കഴിഞ്ഞാൽ പാറ പോലൊക്കെ ഇരിക്കും. വെള്ളത്തിന്റെ ഫോഴ്സ് കൂടി വരുന്നത് നമുക്ക് മനസ്സിലാകും. നമ്മൾ ചെന്നപ്പോൾ ഉള്ളതുപോലെ അല്ല, പിന്നീട് വെള്ളത്തിന്റെ ഫോഴ്സ് കൂടി. ഒരു മണിക്കൂറോളം ഞാൻ നല്ല രീതിയിൽ ആ വെള്ളത്തിനടിയിലിരുന്നു. ആ വെള്ളം നല്ല ഫോഴ്സിൽ ബോഡിയിൽ വന്ന് വീഴുമ്പോൾ ഉള്ള ഒരു മസാജ് ഉണ്ടല്ലോ, ഹൈഡ്രോ ബോഡി മസാജ്, അത് ശരിക്കും ഞാനത് എൻജോയ് ചെയ്ത് ഞാൻ വളരെ റിലാക്സ് ആയി. 5:30 ആയപ്പോഴേ ഇരുട്ട് വീണ് തുടങ്ങി. അപ്പം എല്ലാവരും ഓരോരുത്തർ കയറാൻ തുടങ്ങി. കുട്ടികളൊക്കെ അതിപ്പോഴേ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം നമ്മളെല്ലാവരും 6 o'clock ആയപ്പോഴത്തേക്കും എല്ലാവരും അവിടുന്ന് പാക്കപ്പ് ആയി. ഈ വഴി വേണം നമുക്കിനി കയറി പോകേണ്ടത് കേട്ടോ. എൻ്റെ ചെരുപ്പ് എൻ്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 6 മണിയോട് കൂടി എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു. പക്ഷേ ഇവിടെ ആരെയും ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം അത്ര സേഫ്റ്റി ഉള്ള ഒരു സ്ഥലമല്ല ഇത്. ഇവിടുത്തെ ലോക്കൽസ് എല്ലാവരും വരുന്ന സ്ഥലമാണ്. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്നവരൊക്കെ ഫുള്ള് വേസ്റ്റ് ഒക്കെ ആക്കിയിട്ട് കുപ്പികളും ബോട്ടിൽസും എല്ലാം ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്നവരും അങ്ങനത്തെ വേസ്റ്റ് ഒന്നും ഇടാതിരിക്കുക, ക്ലീൻ ആയിട്ട് വെക്കുക. പിന്നെ മൺസൂൺ ടൈം ആണെങ്കിൽ നല്ല വെള്ളച്ചാട്ടമായിരിക്കും അവിടെ നിന്ന് വരുന്നത്. വെർണ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നാഗ്വേ സ്പ്രിംഗ് വാട്ടർ ആണ് കേട്ടോ. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പം ലോക്കൽസ് എല്ലാവരും എൻജോയ് ചെയ്യാൻ വരുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ വെളിയിൽ നല്ല മഴയും ഉണ്ട്. അപ്പം നല്ല മഴയും നല്ല തണുത്ത്. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.